കേന്ദ്ര സർക്കാരിന്റെ ബസ്സോ? അത് വേണ്ട. ഇലക്ട്രിക് ബസ്സാണോ? ഒട്ടും വേണ്ട. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഡയലോഗ്. കേന്ദ്രത്തിന്റെ PM ഇ ബസ് സേവാ പദ്ധതിയുടെ ആദ്യഘട്ടമായി സംസ്ഥാനത്തെ 10 നഗരങ്ങൾക്കായി 950 ബസ്സുകൾ തരാമെന്ന് പറഞ്ഞതാണ് മന്ത്രി വേണ്ടെന്ന് വെച്ചത്. ഇത് സംബന്ധിച്ച ഫയൽ ഗതാഗത വകുപ്പ് മടക്കി അയച്ചു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ കണ്ടുപിടുത്തം കേന്ദ്ര പദ്ധതി ലാഭകരമാകില്ലെന്നാണ്. എത്ര നാളത്തെ ഗവേഷണത്തിന്റെ ഫലമാണ് അദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തിയത്? പുതുതായി ഡീസൽ ബസ്സുകൾ മതിയെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിന് നേരത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയ തുകയുടെ പകുതി ധനവകുപ്പ് വെട്ടിക്കുറച്ചെന്ന വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഗതാഗത വകുപ്പിന്റെ ഈ ബസ് നിഷേധം നടന്നത്. അത് വേണ്ടെന്ന് വെച്ചത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള ഗുഡൻസ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. പ്ലാൻ ഫണ്ടായി 93 കോടി രൂപ അനുവദിക്കുമെന്ന പ്രതീക്ഷയിൽ 555 ഡീസൽ ബസ് വാങ്ങുന്ന പദ്ധതി ഇപ്പോൾ തൃശങ്കുവിലാണ്. കാരണം ഈ പ്ലാൻ ഫണ്ട് അത്രയും കിട്ടുമോ, എപ്പോൾ കിട്ടുമോ ഒന്നും അറിയില്ല. 555 ബസ്സാണ് മേടിക്കാൻ പ്ലാൻ ചെയ്തത്. അതിനുവേണ്ട കൊട്ടേഷനുകളും മറ്റു കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. മിക്ക വകുപ്പുകളുടെയും പ്ലാൻ ഫണ്ടുകൾ പകുതിയായി കുറച്ചപ്പോൾ ഗതാഗത വകുപ്പിനുള്ള ഫണ്ടും കുറഞ്ഞു. അത് സ്വാഭാവികം. ഇനി അനുവദിക്കുന്ന പകുതി എപ്പോൾ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. മാർച്ച് വരെ സമയമുണ്ട്. തുക വെട്ടിക്കുറയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ട് ധനവകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് ഗതാഗത വകുപ്പ്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത് കേന്ദ്രം 950 ബസ്സുകൾ സൗജന്യമായി നൽകുമെന്നല്ലെന്നാണ്. അത് സൗജന്യമൊന്നുമല്ല. അതിൽ സംസ്ഥാന സർക്കാർ 42 കോടി രൂപ കണ്ടെത്തേണ്ടി വരുമെന്നും അത്രയും തുക നൽകാനില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ ഡയലോഗ്. കേന്ദ്രത്തിന്റെ പ്രപ്പോസൽ അടങ്ങുന്ന ഫയൽ, ആ ഫയലിൽ പറയുന്നത് ചേർത്തലയിലും കായംകുളത്തും ഇപ്പോൾ ഇഷ്ടം പോലെ ബസ്സുകൾ ഉണ്ടെന്നാണ്. കൊച്ചിയും തിരുവനന്തപുരം ആ ലിസ്റ്റിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരവും ഉൾപ്പെടെ ഉണ്ടെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് തന്നെ സ്ഥലമില്ല പിന്നല്ലേ എന്നാണ് മന്ത്രി മറുപടി പറഞ്ഞത്. പുള്ളിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. കാരണം കേന്ദ്രത്തിന്റെ ഈ ബസ് വാങ്ങിയാൽ എന്താണ് മന്ത്രിക്ക് നേട്ടം? അതിൽ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്കല്ലേ ഗുണം? യാത്രാക്ലേശം പരിഹരിക്കാം. കൃത്യമായി സമയത്ത് യാത്ര ചെയ്യാൻ ബസ് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ജനങ്ങൾക്കാണ് ഗുണം. മന്ത്രിക്ക് ഗുണമുണ്ടായിരുന്നെങ്കിൽ ചാടി വീണേനെ. പിന്നെ ഡീസൽ ബസ് വാങ്ങിയാൽ ഗുണം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അതിൻ്റെ പുറകെ ഓടുന്നത്. ഏതായാലും ആർക്കെങ്കിലുമൊക്കെ ഗുണം വേണം. ആ ഗുണത്തിനെ നിൽക്കാവൂ.